അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പൊക്കെ അല്ലേ. ചെന്നൈയിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു ട്രെയിനിൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിൽ പോണവർക്ക് വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഷോക്കാണ് ട്രെയിൻ, ഇതുവരെയായിട്ട് ഒരു നന്നായിട്ടില്ല. അപ്പോൾ സൊമാറ്റോയിൽ നമ്മൾ ബുക്ക് ചെയ്യാം, അത് നമ്മുടെ ട്രെയിനിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഡോറിൻ്റെ അവിടെ കൊണ്ടുവരും. അപ്പോൾ വെൽക്കം ടു നിഫി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ നമ്മുടെ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ശ്രീലങ്കയ്ക്ക് പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നു, ഞാൻ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എല്ലാം പെട്ടെന്നായിരുന്നു, ഷടപടയായിരുന്നു ഈ യാത്ര. ഒട്ടും പ്രിപ്പയർഡ് അല്ല ഈ യാത്ര. നമ്മൾ ഈ ട്രെയിൻ കയറി നേരെ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ചെന്നൈയിലേക്ക് കയറാനുള്ള പ്ലാനാണ്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ കോയമ്പത്തൂർ എത്തിച്ചേർന്നേക്കാണ്. അപ്പോൾ ഇത് സഡൻ പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഒരു 4-5 ദിവസത്തെ മുൻപുള്ള ഒരു ട്രിപ്പൊക്കെയാണ്. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യലും അതൊക്കെയും 4-5 ദിവസം മുമ്പ് ചെയ്തേക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ശ്രീലങ്കയ്ക്ക് പോകുന്നത് ചെന്നൈയിൽ നിന്നാണ്. കാരണം ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് ഭയങ്കര ചീപ്പാണ്. കൊച്ചിയിൽ നിന്ന് പോണേക്കാളും ഭയങ്കര ചീപ്പാണ്. പകുതി പൈസ വരുന്നുള്ളൂ നമ്മുടെ ശ്രീലങ്കയ്ക്ക് എത്താൻ. തിരിച്ച് ഞാൻ കൊച്ചിയിലേക്കാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കസിൻ ഉണ്ട് അമീർ, അവൻ എനിക്ക് ബുക്ക് ചെയ്ത് തന്നു. അവനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണ ആപ്പിൽ പൈസ റിഡീം ചെയ്യാൻ പറ്റും. ചെന്നൈയിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു ട്രെയിനിൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാലക്കുടിയിൽ നിന്ന്, ഇപ്പോൾ ചാലക്കുടിക്കാർക്കാണ് ഞാൻ പറയുന്നത്, ചാലക്കുടി വെച്ച് എക്സാമ്പിൾ പറയാണ്. ചാലക്കുടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കയറാം. ഇതാണ് ട്രെയിൻ നമ്പർ 226440. അതായത് നമ്മുടെ ചെന്നൈ ആലപ്പി എക്സ്പ്രസ്. ഇതിൽ സ്ലീപ്പർ എടുത്തിട്ട് കോയമ്പത്തൂർ വന്ന് ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഈ ചേരൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എടുക്കാം 12674. കോയമ്പത്തൂരിൽ നിന്ന് ഈ ചേരൻ എക്സ്പ്രസ് എടുക്കുക. സ്ലീപ്പറും AC-ക്കും കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. മറ്റോർത്ത് നോക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും, നമുക്ക് ചെന്നൈയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സഡൻലി വല്ലവരും എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ടിപ്പാണ്. നമ്മൾ വന്ന ട്രെയിൻ പോവാണ് ചെന്നൈ ആലപ്പി. അത് നേരെ ചെന്നൈയിലേക്ക് പോകും. ഇത് രാവിലെ 5:30 എത്തും, നമ്മൾ രാവിലെ 7 മണിക്ക് എത്തും. ട്രെയിനിൽ പോണവർക്ക് വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഷോക്കാണ് ട്രെയിൻ, ഇതുവരെയായിട്ട് ഒരു നന്നായിട്ടില്ല. അപ്പോൾ സൊമാറ്റോയിൽ നമ്മൾ ബുക്ക് ചെയ്യാം. നമ്മൾ എത്തുന്നത് ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരാണ്. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിന് മുമ്പുള്ള സ്റ്റേഷൻ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫുഡ്. അത് നമ്മുടെ ട്രെയിനിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഡോറിൻ്റെ അവിടെ കൊണ്ടുവരും. ഇങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഗോവയിലേക്ക് വെച്ച് ഫുഡൊക്കെ ബുക്ക് ചെയ്യണം. ഡൽഹിയിൽ 2 days നമ്മൾ നിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് കയറുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കരുതും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഫുഡ് നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കലാണ് പതിവ്. അങ്ങനെ നമ്മൾ 3rd പ്ലാറ്റ്ഫോമിൽ നിന്ന് 2nd പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. നമ്മുടെ ട്രെയിൻ 2nd പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. ചേരൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ചെന്നൈ ആലപ്പി എത്തിക്കഴിഞ്ഞിട്ടേ ഇത് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട, ലേറ്റ് ഒന്നും ആവില്ല. ലേറ്റ് ആയാലും അത് വന്നിട്ടേ ഇത് പോവുള്ളൂ. അപ്പോൾ നമ്മുടെ B1-ലാണ്, ഇപ്പോൾ ഇത് B2 ആയി. AC-യിൽ നേരെ കിടക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം എന്ത് ചൂടാണെന്നറിയോ, സ്ലീപ്പർ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. AC-ലേക്ക് അങ്ങോട്ട് കയറാം. AC കയറി കഴിഞ്ഞാൽ സ്വർഗ്ഗം. പിന്നെ വലിക്കാം, കയറാം. സൊമാറ്റോടെ ഇവിടെ റീച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇത്രയുള്ള സിമ്പിൾ പരിപാടിയാണ് നമ്മുടെ സൊമാറ്റോയിൽ ബുക്ക് ചെയ്യുന്നത്. താങ്ക് യു. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അന്യായ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഇതുപോലെ 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇവിടെ കോയമ്പത്തൂരേക്കും കുറേ ബിരിയാണി ഫേമസാണ്. തൊണ്ണൈ ബിരിയാണി അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഫേമസ് ബിരിയാണികളുണ്ട്. ഇപ്പോൾ അതൊക്കെ തീർത്ത് ഒരൊറ്റ ഉറക്കം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ബിരിയാണി, ഒന്നും പറയില്ല. അപ്പോൾ നേരെ നമുക്ക് ചെന്നൈയിലേക്ക് പോവാം. അപ്പോൾ ചെന്നൈ വെച്ച് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ചെന്നൈ എത്താറായി. അടുത്ത സ്റ്റോപ്പാണ്. എട്ടപ്പൂവിൻ്റെ AC-യൊക്കെയാണ്, അടിപൊളിയാണ്. പക്ഷേ ആൾക്കാരുടെ കൂർക്കമലി, എൻ്റെ തൊട്ടിപ്പുറത്ത് കിടന്ന ആൾ വലിച്ച കൂർക്കമലി. ആളെ ഞാൻ കുപ്പി കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ആളെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. കിടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നല്ല രീതിയിൽ ഉറങ്ങി. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. 11ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എത്തിയിരിക്കുന്നത്. മൊത്തം തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ച് ആവടിക്ക് പോകണം. അപ്പോൾ ലോക്കൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കണം. അത് എവിടെ നിന്നാണെന്ന് നോക്കണം. ഞാൻ ചെന്നൈയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അത് 2016-ലാണെന്ന് തോന്നുന്നു. 10 വർഷമായി ഞാനിവിടെ വന്നിട്ട്. ചെന്നൈയിൽ കുറച്ചൊക്കെ ഓർമ്മകളുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഡെവലപ്പായി ഉണ്ടാവും. ചെന്നൈ സെൻട്രൽ, മുംബൈ CST ഉണ്ട്, ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ അതായത് ഇത് എൻഡാണ്, മനസ്സിലായില്ലേ? ഇതിവിടെ എൻഡാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. കണ്ടില്ലേ, ആ
ഇപ്പുറത്തെ സൈഡാണ് ലോക്കൽ ട്രെയിൻ കാര്യങ്ങളെല്ലാം പോകുന്നത്. ചെറിയ ചെറിയ സ്റ്റേഷൻസിൽ നിൽക്കും. ലൈക്ക് എക്സാക്ട് മുംബൈ പോലെ തന്നെയാണ് ഇവിടുത്തെ ട്രെയിൻ സിസ്റ്റം തന്നെ. ചെന്നൈയുടെ ഏറ്റവും പ്രത്യേകത എന്നിട്ടാന്ന് പറയുമോ, ചെന്നൈയുടെ അല്ല തമിഴ്നാടിൻ്റെ ഒരുമാതിരി ഒട്ടാറ് ഡെവലപ്മെൻ്റാണ്. എന്ത് ക്ലീനാന്ന് പറയൂ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു തമിഴ്നാടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ലെവലാണ്. ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ ആവടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ സ്ഥലം. എനിക്കൊരു കാര്യം പറയാനുള്ളതല്ലേ, ചെന്നൈയുടെ ഡെവലപ്മെൻറ്റ് എടുത്തെടുത്ത് പറയാം. കാരണം ഞാൻ വരുന്ന വഴികൾ മൊത്തം മാനുഫാക്ചറിങ് യൂണിറ്റ്. ഞാൻ 10 വർഷം മുമ്പ് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നേ ഇല്ല. എൻ്റെ പിന്നെ ആൾക്കാർക്ക് എന്തോരം ജോലി അവസരമാണെന്ന് പറയും. പണ്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇന്ന് പണിക്ക് വന്നിരുന്നത്. അപ്പം നേരെ തിരിച്ചാ, കേരളത്തിൽ നിന്ന് ചെന്നൈ തമിഴ്നാട്ടിലേക്ക് പണിക്ക് പോകണം എല്ലാവരും. തമിഴ്നാട് രാവിലെ വന്നു കഴിഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ മണ. എല്ലാം അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും മുല്ലപ്പൂ ചൂടിയിട്ടാണ് അവർ ഓഫീസും കാര്യങ്ങളെല്ലാം പോവുക. അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകളൊക്കെ എന്ത് അടിപൊളിയാണെന്ന് നോക്കി. എൻ്റെ പോലെ എന്ത് വൃത്തിയാ റോഡുകൾ, സൂപ്പർ. ഇവിടുന്ന് 750 മീറ്ററുള്ളൂ. അപ്പോൾ ഇതാണ് കസിൻ. പേര് പറഞ്ഞേ? ഷമീർ. ഇംഗൂസ് എന്ന് വിളിക്കും. എൻ്റെ കസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ കസിനാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണക്ഷൻ. അപ്പോൾ ഇവന് ഇവിടെയാണ്, ചെന്നൈയിലാണ്. ഇപ്പോൾ റൂമിൽ വന്നു അവരൊക്കെ ജോലിക്ക് പോയി. ഞാനിത് അടച്ച് ഇനി ഞാൻ പുറത്തു പോട്ടെ. തമിഴ്നാടിൻ്റെ മെയിൻ സാധനമാണ് ഈ കോലം വരയ്ക്കുക. എല്ലാ വീട്ടിലും, അതെല്ലാം വീട്ടിലും ഓൾമോസ്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വെള്ളം മൂസമ്പി ജ്യൂസ് പറഞ്ഞിട്ട് മൂസമ്പി വെറും 40 രൂപയുള്ളൂ. നാരങ്ങ വെള്ളം 10. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനം. ഈ കട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ കുറേ ക്രിക്കറ്റ് പിള്ളേരുണ്ട്. എന്തോരം പിള്ളേരാ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിക്കാൻ കുറേ പിള്ളേരാണ്. നമ്മുടെ നാട്ടിൽ എന്ത് വില കൂടുതലാണെന്ന് അറിയും ഈ ജ്യൂസിനും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഇവിടുന്ന് വരണം കൊണ്ടായിരിക്കാം ഇത്ര വില കൂടുതൽ. ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഫുഡിനൊക്കെ വെറും ചീപ്പാണ്. ബോംബെ, ഡൽഹി, തമിഴ്നാട്. നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോഴേക്കും എല്ലായിടത്തും ചീപ്പാണ്. ഇതിനേക്കാൾ ചീപ്പാണ് ശ്രീലങ്കയിൽ പോകുമ്പോൾ. ഞാൻ കേട്ടത് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം ശ്രീലങ്ക വ്ളോഗ്സിലൂടെ. ഇങ്ങ കൊഞ്ചം മുന്നാടി ഏഡൻ സ്റ്റുഡിയോ. അപ്പം നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. മലയാളി. അടിപൊളി. നമുക്കിപ്പോൾ ഒരു മലയാളി തന്നെ വന്നേക്കണേ. ലിഫ്റ്റ് അടിച്ചപ്പോൾ ആള് കർണാടക വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു കുഴപ്പമില്ല ആദ്യമാണ്. ആള് കോട്ടയുടെ പേരെന്താ? എൻ്റെ രഞ്ജിത്തില്ലേ. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വേണ്ടല്ലേ? അല്ല വേണം. ഇതിപ്പോൾ രാവിലെ ഞാൻ പന്നി പണിക്ക് ഇറങ്ങിയാ. അപ്പം പ്രത്യേകിച്ച് രാവിലെ ചൂടൊക്കെ ഇല്ല, ആരും അങ്ങനെ ചോദിക്കില്ല. വലിയ കുഴപ്പം. നിങ്ങളുടെ നാട്ടിലെവിടെയാ? ചാലക്കുടി. ചാലക്കുടി. ഞാൻ ശ്രീലങ്കയ്ക്ക് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഏഡൻ സ്റ്റുഡിയോ ഇവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. ആൾ വന്നിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് ആവും, അല്ലെങ്കിൽ ആവത്തില്ല. നമ്മുടെ കസിനൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. നമ്മുടെ ഫ്രണ്ട്സും ഇവിടെ വർക്ക് ചെയ്യണം. അവർ നാട്ടിൽ പോയി. ഈ ഫ്രെയിമൊക്കെ കണ്ടില്ലേ, ഇത് ഏഡൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആണ്. ചെന്നൈയിൽ ഒരുമാതിരി ഫേമസ് സ്റ്റുഡിയോ ആണ് ഏഡൻ സ്റ്റുഡിയോ. നേരത്തെ എൻ്റെ കസിനെ കണ്ടില്ലേ, അവൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സും അവിടെ ഒരു വീഡിയോ പോകുന്നുണ്ട് കേട്ടോ, സിനിമാടിയുടെ തൃശ്ശയുടെ. അത് സുജിത്ത് എടുത്തതാണ്. ഷമീർ എൻ്റെ കസിൻ. അവിടെ ഞാൻ പോവാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ശോഭക്ക എന്ന് പറഞ്ഞൊരു അക്കയുണ്ട്. ആളെ എനിക്ക് മുമ്പേ പരിചയമുണ്ട്. ആളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്ന, പക്ഷെ നടന്നില്ല. ആളെ ഇവിടെ ഇല്ല, പനി പിടിച്ച് വീട്ടിലാണ്. അപ്പോൾ ഞാൻ പോട്ടെ, ഞാൻ വിക്കിയുടെ കൂടെ പോവാം. ശരി അണ്ണാ. വിക്കി എങ്ക പോയിട്ട് കീഴെ വിക്കി നീ എങ്ക മാസ്ക് ധരിക്കുക, എങ്ക പ്രോബ്ലം ഇരിക്കുക. ഇതാണ് വിക്കി, നമ്മുടെ കൂട്ടുകാരനെ കമ്പനിക്കാരനാണ്. ഇവിടെ സ്പീഡിന് 107 രൂപയാണ് കേട്ടോ പെട്രോള്. നോർമലിന് 101. ഇവിടെ വില കൂടുതലോ കുറയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വില കുറയും. ഇവിടെ ഇലക്ഷൻ പറഞ്ഞാലും ഇല്ലെങ്കിലും സെയിം പ്രൈസ്. ഈ ഫ്ലാറ്റിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു അക്കയുള്ളത്, ഒരു ചേച്ചി ഉള്ളത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടാ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ശോഭക്ക. ശോഭക്ക എന്താ ഈ ഫ്ലാറ്റിക്ക് ഓണർ, ரொம்ப റിച്ച്. ശോഭക്കയുടെ അടുത്ത് സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ശോഭക്ക നമ്മുടെ വണ്ടിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ എങ്ങോട്ടൊക്കെയും കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. തമിഴ്നാട് ഞാൻ പറഞ്ഞല്ലോ ഡെവലപ്മെന്റിന്റെ പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്.
നമ്മൾ കേരളക്കാർ കുറേ കാര്യങ്ങൾ കണ്ടു പഠിക്കാണ്ട്. അപ്പോൾ നമ്മൾ അണ്ണാ നഗർ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു മെസ്സ് ഉണ്ട്. നമ്മുടെ പാരഗൺ സെറ്റപ്പ് പോലത്തെ ഒരു ക്യൂ ഒക്കെ കാണാം കേട്ടോ ഈ ഹോട്ടലിൽ. ഇത്രയും ഫേമസ് ആണോ ഈ ഹോട്ടൽ? ശോഭയ്ക്ക് ഞാനും തമ്മിലുള്ള പരിചയം പറ. പരിചയം എങ്ങനെയാ? എനിക്ക് എന്നെ എങ്ങനെയാ കണ്ടേ? നമ്മളെവിടെ മീറ്റ് പോയി? ശോഭക്ക നമ്മൾ 1.5 years ആയി. ഒരു 1.5 വർഷം 2 വർഷം അതിൻ്റെ അടുത്തായി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുഷ്പ എന്ന് പറഞ്ഞിട്ട്. അവളുടെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഫ്രണ്ടാണ് ശോഭക്ക. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ള ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും വിളിക്കാറൊന്നുമില്ല, പക്ഷേ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇപ്പോൾ ചെന്നൈയിൽ വന്നപ്പോൾ ആൾക്ക് വയ്യ, ആൾക്ക് പനിയായിരുന്നു. എന്നിട്ട് പനിയായിട്ടും ഞാൻ വന്നപ്പോൾ പനി മാറി, അത് വേറെ കാര്യം. പനിയായിട്ടും അതൊക്കെയും വക വയ്ക്കാതെ എന്നെ വന്ന് ഇവിടെ എല്ലായിടത്തും കൊണ്ടുവന്ന് എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ശോഭക്ക അല്ലേ? ഹായ്. ചിക്കൻ ബിരിയാണി, പൊറോട്ട, നമ്മുടെ പൊറോട്ട പോലെ ഇരിക്കണം പൊറോട്ട. ചിക്കൻ ബിരിയാണിയുടെ കൂടെ സലാഡ്, മുട്ട, പിന്നെ ഒരു ഗ്രേവി കിട്ടും. കുറച്ച് ചോറുകൾ എടുക്കുക, നമുക്ക് കുറച്ച് അയച്ചു. ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ചിക്കൻ. ചൂട് പിടിച്ചിട്ട് നല്ല റെക്കമെൻഡഡ് ആണ്. നല്ല ഫുഡ് കേട്ടോ, നല്ല ഒത്തൻറ്റിക് തമിഴ്നാട് ബിരിയാണി. ഫുഡൊക്കെ കഴിച്ച് ഇനിയും വരാണ്ട് ചിക്കൻ 65. ശോഭക്കയില്ലേ, ശോഭക്ക കഴിക്കണമൊക്കെ നിസ്സാരം. അവ വാങ്ങിച്ചിട്ട് പകുതി മൊത്തം ഇതിലുള്ളിലേക്ക് എടുത്തിട്ട് അപ്പോൾ അവൻ ചെക്കൻ, അവൻ ശരീരം വെക്കുന്നത് വേറെ ഒന്നല്ല. ശോഭക്ക ഈ മാനിക്ക് ഓർഡർ ചെയ്യാൻ ഇങ്ങോട്ടിടും. പൊറോട്ട കഴിച്ചോ, പൊറോട്ട വാങ്ങിച്ചോര് കഴിക്കണം. ഈ ഹോട്ടലിലെ തിരക്കുണ്ടാവും, ഈ തിരക്കിനുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. ഫുഡ് സൂപ്പർ. ഇവിടെ വരുമ്പോൾ പൈസയ്ക്ക് നോക്കി കഴിച്ചോളൂ. ഒരു ചിക്കൻ ബിരിയാണിക്ക് 239 രൂപയ്ക്ക് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പൈസ വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്യരുത്, കാരണം ഇവിടെ ബ്രാൻഡ് വാല്യൂയും കൂടിയും പൈസ ഉണ്ടാവും. ഈ കടയൊന്ന് നോക്കി വെച്ചേക്കട്ടോ. നമ്മുടെ അണ്ണാനഗർ വരുമ്പോൾ കഴിച്ചോ. സമ്മതിച്ച് നേക്കണു. ഇമാതിരി ഫുഡ് ഓർഡർ ചെയ്തിട്ടേ പുള്ളിക്കാരി ഫുഡിൻ്റെ കാര്യത്തിൽ ഓർഡർ ചെയ്തിട്ട് നമ്മളോട് കഴിപ്പിക്കണു. എന്താ ദൈവമേ. 2 ചിക്കൻ ബിരിയാണി, ഞാൻ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുള്ളൂ. പിന്നെ ആള് ആട് ബിരിയാണി പറഞ്ഞു, അതിൻ്റെ പകുതി കഴിപ്പിച്ചു. പിന്നെ ചിക്കൻ കറി, അങ്ങനെ ഒരുമാതിരി കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, അങ്ങനെ പരിപാടികളൊക്കെയും കഴിഞ്ഞ് ശോഭക്കനെല്ലാം മീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു, ഒന്ന് കറങ്ങി പിടിച്ച അവസാനം ഞാൻ ഇവിടെ റൂമിലെത്തി. ഇനി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് എങ്ങനെ പോകാം. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു ഇതാണ് റൂമാണ്. അപ്പോൾ ബാച്ചിലേഴ്സിന് അറിയാം ഇതെങ്ങനെയാണ് സെറ്റപ്പ് നോക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ കൂടി ആട്ടാവുക. ബായ്. അപ്പോൾ ഗൈസ്, എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഡ്രോൺ ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡ്രോൺ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കിട്ടാതെ നമുക്ക് അലവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കസ്റ്റംസിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഒരു ഡ്രോൺ എടുത്തതിൻ്റെ പുല്ലാപ്പ്, എൻ്റെ ദൈവമേ. നമ്മൾ ഗുഡ് സെൻസിലും ഡ്രോൺ ഉപയോഗിച്ചാലും ഇഷ്യൂസാണ്. നല്ല വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഡ്രോൺ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.